എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഹൈദരാബാദ് ചോയ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കാനും വേണ്ടി പോകുന്നത് വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു താറാവ് റോസ്റ്റാണ്. ഇത് നാടൻ താറാവിനെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇതിന് മസാലകളൊക്കെ ചേർക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ്, വളരെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഒരു താറാവ് ഉണ്ട്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി നമ്മൾ കുക്കറിലെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതിലേക്ക് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നല്ലതുപോലെ കൈകൊണ്ട് തന്നെ ഇളക്കി യോജിപ്പിക്കണം. കൈകൊണ്ട് തന്നെ ഇളക്കി നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുക്കുക. നല്ലതുപോലെ മസാലയെല്ലാം ഇറച്ചിയിൽ പുരണ്ടതിന് ശേഷം നമുക്കിന്ന് മൂടി വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ചേർത്ത് കുക്കർ അടച്ച് വെച്ച് നമുക്ക് ഇറച്ചി നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഇറച്ചി വേകട്ടെ. ആ വേകുന്ന സമയത്ത് നമുക്ക് മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിരുന്നു. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 4 സവോള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് എടുത്തിട്ടുണ്ട്. സവോള നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. സവോളയുടെ പച്ചപ്പുക മാറി നല്ലതുപോലെ ഒന്ന് വാടി വരണം. നമുക്കതുവരേക്കും ഇളക്കി കൊടുക്കാം. ഇത് വളരെ സ്ലോ കുക്കിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഫാസ്റ്റായിട്ടല്ല ചെയ്യുന്നത്. കുറച്ച് സമയമെടുത്ത് പയ്യാണ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഒന്ന് അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും നമുക്ക് തുറന്നു നോക്കാം. സവോള കുറച്ചൊന്ന് വെന്തിട്ടുണ്ട്, ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഇളക്കിയിട്ട് കൊടുക്കാം. ഈ സമയം നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചപ്പൊന്ന് മാറി വന്നപ്പോൾ നമ്മളതിലേക്ക് ഒരു വലിയ തക്കാളിക്ക ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്തു. ഒരു 3 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നു. തക്കാളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ഒന്ന് പച്ചപ്പൊന്ന് മാറി വരണം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ നമുക്കൊന്ന് വേവിക്കാം. ഇപ്പോൾ തക്കാളിക്കായും ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് മീറ്റ് മസാല അതുകൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ ഓളം മീറ്റ് മസാല കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ പച്ചപ്പൊന്ന് മാറി വരണം. ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം സവോളയും തക്കാളിക്കയും എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം.
കറിവേപ്പില നമ്മുടെ പറമ്പിൽ നിന്നും പറിച്ച കറിവേപ്പിലയാണ്. കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർത്താലും നല്ലതാണ്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ, അതും ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നു. വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ മസാലയെല്ലാം മൂത്തിട്ടുണ്ട്. സവോള, പച്ചമുളക്, തക്കാളിക്ക എല്ലാം നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ വേവിച്ച് വെച്ച നമ്മളുടെ താറാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുക്കറിൽ ഒരുപാട് വേവിക്കാൻ പാടില്ല. നമ്മൾ ഏകദേശം ഒരു 80% കുക്ക് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ബാക്കി 20% നമുക്ക് ഇതിൽ കിടന്ന് തന്നെയാണ് വെന്ത് വരേണ്ടത്. അപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി മൂടി വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ ഒന്ന് കുറുകി നല്ലതുപോലെ മസാലയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ച് ലൈറ്റിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്, അതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. ഒന്നുകൂടെ നല്ലപോലെ ഇളക്കിയിട്ട് കൊടുക്കാം. ചാറൊക്കെ കുറുകി നല്ലതുപോലെ കറി നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയം അവസാനമായിട്ട് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊള്ളുക. കറണ്ട് പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ക്ലാരിറ്റി കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ താറാവ് റോസ്റ്റ് ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ ഗ്രേവിയൊക്കെ കുറുകി നല്ല രസകരമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ നാടൻ താറാവ് റോസ്റ്റ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തി കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റുകൾ കൂടെ ഇടാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ഇതുവരെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി.